ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. ചന്ദ്രമതിയുടെ പേരിന് രാശിയില്ലെന്ന് ശ്രുതി പറയുന്നത് കേട്ട് സച്ചി ശ്രുതിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. 3 മക്കളിൽ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിച്ചത് നിന്നെയാണ്. എന്നിട്ട് നീ അമ്മയെപ്പറ്റി ഇങ്ങനെ തന്നെയാണല്ലോടാ ശ്രുതി പറഞ്ഞത്. നീ അച്ഛൻ്റെ കാശു അടിച്ചിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോഴേ നിന്നെ ഈ വീട്ടിൽ കയറ്റണമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരുടെ മുൻപിൽ നിന്ന് കരഞ്ഞ് കെഞ്ചിയതേ ആ അമ്മയാണ്. അതുകൊണ്ടാണ് നീ ഇപ്പോഴേ ഈ വീട്ടിൽ കഴിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് പിച്ചെടുക്കേണ്ട അവസ്ഥയായിരിക്കും നിനക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കാണ് അവർ തന്നിട്ടുള്ളത്. അമ്മയുടെ സ്നേഹം കിട്ടാത്തവർക്ക് അതിൻ്റെ വില എന്താണെന്നുള്ളത് അറിയൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് കിട്ടിയതിൻ്റെ ഒരു 5% അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിലേ ഞാൻ എൻ്റെ ജീവൻ കൊടുത്തേനെ അവർക്ക്. എന്തായാലും ഈ ഓഡിയോ ഉണ്ടല്ലോ ഞാൻ അമ്മേനെ കേൾപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറയാം കേട്ടോ. അന്നേരമൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ സച്ചി നീ അങ്ങനെ ചെയ്യരുത്. ആൻറ്റിയോടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല നമ്മളുടെ ശ്രുതി അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയോ ആലോചിച്ചിട്ട് അവൻ അങ്ങനെ പറഞ്ഞത്. നീ ഇത് ആൻറ്റീനെ കേൾപ്പിക്കരുത്. ഞാൻ ആൻറ്റിയുടെ പേര് തന്നെ കടക്കിട്ടോളാം എന്ന് ശ്രുതി സച്ചിക്ക് ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻപിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, അമ്മയുടെ പേര് തന്നെ കടക്കിട്ടേ പറ്റുള്ളൂ എന്ന് കർശനമായിട്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് സമ്മതിക്കുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയടുത്ത് പറയുന്നുണ്ടേ, ഈ പാർലർ അടുത്തേക്ക് അമ്മയോടുള്ള സ്നേഹം പോലെ നിനക്കില്ലല്ലോടാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ സച്ചിക്ക് അമ്മയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് സങ്കടം വന്നിട്ട് നമ്മളുടെ രേവതി ഇങ്ങനെ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറിൽ വന്നിരുന്ന കണക്കുകളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ രേവതി അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു നോട്ട്ബുക്ക് മേടിക്കണം. നീ എന്തിനാണ് നോട്ട്ബുക്ക് മേടിക്കുന്നത്? ഓ നീ ഇപ്പോൾ വലിയ കച്ചവടക്കാരിയായില്ലേ, അപ്പോൾ കണക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. കണക്കൊന്നും എഴുതാൻ വേണ്ടിയിട്ടല്ല, സച്ചേട്ടനെ പഠിച്ചിട്ടേ എനിക്കൊന്ന് എഴുതി വെക്കാനാ. അപ്പോൾ ഞാനെന്താ പഠിച്ചിട്ട് എഴുതി വെക്കാൻ ചരിത്ര പുരുഷൻ വല്ലതാണോ? അങ്ങനെയൊന്നുമല്ല. പക്ഷെ സച്ചേട്ടനെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കടയ്ക്ക് അമ്മയുടെ പേര് തന്നെ ഇടണമെന്ന് സച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീ എല്ലാം അറിഞ്ഞൊന്ന് കേട്ടല്ലേ? അതെ കേട്ടു. സച്ചേട്ടൻ അമ്മയോട് എന്തൊരു സ്നേഹവും കരുതലും ഒക്കെയാണ്. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും സച്ചേട്ടനോട് തിരിച്ചില്ലല്ലോ. ഞാൻ ഇതുവരെ നിങ്ങളെപ്പോലൊരു അമ്മേനെയും മോനെയും കണ്ടിട്ടില്ല. സച്ചേട്ടനെ എപ്പോൾ കണ്ടാലും അമ്മ വഴക്കു പറയും. സച്ചേട്ടനെ ഒരു ശത്രുവിനെ പോലെയാണ് അമ്മ കാണുന്നത്. അതെന്താ അതിനുള്ള കാര്യം? നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണ്? ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്. സച്ചേട്ടനെയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അമ്മ പ്രസവിച്ചത്. സച്ചേട്ടനോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നായിരിക്കും അമ്മയ്ക്ക്. സച്ചേട്ടനെ നെഞ്ചിൽ കിടത്തി തന്നെയായിരിക്കും അമ്മ ഉറക്കിയത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും ശത്രുക്കളായത്? പെട്ടെന്നൊരു ദിവസമാണ് അമ്മയും ഞാനും തമ്മിൽ അങ്ങനെ ആയത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ആ കാരണമാണ് സച്ചേട്ടാ ഞാൻ ചോദിച്ചത്. എന്തോ ഒരു നല്ല പ്രശ്നം ഇല്ലാതെ നിങ്ങൾ തങ്ങളിൽ എന്തായാലും ഇങ്ങനെ ആവില്ല. അതെന്താണെന്നാണ് എനിക്ക് അറിയേണ്ടത്. സച്ചേട്ടൻ അത് എന്നോട് പറയുക, എന്താ പ്രശ്നം എന്നുള്ളത്. ഒന്നുമില്ല രേവതി, അതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? അതെല്ലാം കഴിഞ്ഞു പോയ വിഷയങ്ങളല്ലേ, അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇല്ല സച്ചേട്ടാ, എനിക്കറിയണം എന്താ പ്രശ്നം എന്നുള്ളത്. രേവതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്നോടല്ലേ പറഞ്ഞത് ഇപ്പോൾ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കഴിഞ്ഞു പോയെന്ന്. സച്ചേട്ടൻ, ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയാണ്. എനിക്കതൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. സച്ചേട്ടൻ എന്താ അതൊന്നും എന്നോട് തുറന്നു പറയാത്തത്? അതൊന്നുമില്ല രേവതി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ പോയിട്ട് എനിക്കൊരു ചായ എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമ്മളുടെ രേവതി പറയുന്നുണ്ട്, ശരി ഒന്നും പറയണ്ട നിങ്ങൾ. എല്ലാം ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ തന്നെ നടക്കുമെന്ന് പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ കട്ടിലിൽ നിന്ന് ഭയങ്കര ഡാൻസ് പാട്ടൊക്കെ കേട്ടിട്ട്. പിന്നെ ശ്രീകാന്ത് വന്നിട്ട് വർഷേനെ പിടിച്ച് കട്ടിലിൽ ഇടുന്നുണ്ട് കേട്ടോ. അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കുന്നത്? നിനക്ക് നിൻ്റെ ഡ്രസ്സില്ലേ ഇവിടെ? അതെ, എനിക്ക് ശ്രീകാന്തിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടാണ് നിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. അപ്പം നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇട്ടില്ലേ, അതുകൊണ്ട് എന്നോട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഒരു നൈറ്റി ഒക്കെ കൊണ്ടുവന്ന് ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട്. അതിന് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അവസാനം നൈറ്റി ഇടുകയും ചെയ്യുന്നുണ്ട്. കാരണം വർഷയോടുള്ള സ്നേഹം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വർഷ പറയുന്നുണ്ട്, നീ എന്താ ഒരു കാര്യം ചെയ്യുക, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് താഴെ പോയിട്ട് എനിക്കൊരു ചായ ഉണ്ടായിക്കൊണ്ട് വരാൻ പറയാം. ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് എന്താ വർഷേ, ഞാനിനി അതും ചെയ്യണോ? നീ ചെയ്യണം, എന്നാലേ എന്നോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആരും കാണാതെ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഇടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ചന്ദ്രമതി രവിയേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അടുക്കളയിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ഒളിച്ചു നോക്കുമ്പോൾ ഒരാൾ നൈറ്റി ഇട്ടിട്ട് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ട് പേടിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ചന്ദ്രമതി. അത് കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്.